പാപാസക്തികൾ വ്യാപരിക്കുന്ന എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എനിക്ക് പാപം ചെയ്യാനുള്ള ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ അബ്ബാ പിതാവേ എന്ന് അവിടുത്തെ വിളിക്കുന്നത് കൊണ്ട്, പാപം ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട്, ഞാൻ അബ്ബാ പിതാവെന്ന് അവിടുത്തെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കാര്യം അറിയാം. ആമേൻ. അതെനിക്ക് മോഹമുണ്ടെങ്കിലും എൻ്റെ അപ്പന്റെ ഇഷ്ടം അത് അരുതേ എന്നതാകയാൽ എൻ്റെ ഇഷ്ടത്തിനോ എൻ്റെ മോഹത്തിനോ അവിടെ പ്രസക്തിയില്ല. ആമേൻ. അപ്പന്റെ ഇഷ്ടം സംബന്ധിച്ച് ഞാൻ അടിമയെ പോലെ ഏൽപ്പിക്കപ്പെടുന്നവനും അത് കട്ടിളയോട് ചേർത്ത് കാത് തുളയ്ക്കുന്നവനല്ല. എൻ്റെ ശരീരത്തിന്റെ സകല രാഗമോഹങ്ങളെയും എൻ്റെ അപ്പന്റെ ക്രൂശിനോട് ചേർത്ത് തുളച്ചു കളഞ്ഞവനായതുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല ഇവിടെ വിഷയം. എൻ്റെ അപ്പന്റെ ഇഷ്ടം സംബന്ധിച്ച് ഞാൻ അടിമയും ഞാൻ ദാസനുമാകയാൽ അകത്തളങ്ങളിൽ എൻ്റെ അപ്പന്റെ സന്നിധിയിൽ രഹസ്യമായി ഞാൻ കരയുന്നവനാണ്, യാചിക്കുന്നവനാണ്. കാരണം അവൻ അപ്പന്റെ ഇഷ്ടത്തിന് വിരോധമായൊന്നും സംഭവിക്കാതിരിക്കേണ്ടതിന്, അപ്പന്റെ ഇഷ്ടത്തിന് മാത്രം അവൻ തുളച്ചു തരുന്ന ഒരുവനായി മാറേണ്ടതിന്, അടിമയ്ക്ക് അടിമയുടേതായ ഇഷ്ടത്തിന് പ്രാധാന്യം ഇല്ലാതാകേണ്ടതിന് അവൻ എന്നെ അകത്തളങ്ങളിൽ ശക്തീകരിക്കണമേ എന്ന് കരഞ്ഞു സമർപ്പിക്കുന്ന ഒരു ദാസ്യത്വം എന്റെ രഹസ്യ മണ്ഡലത്തിലുണ്ടെങ്കിൽ, എന്റെ പരസ്യ മണ്ഡലത്തിൽ വാഗ്ദത്തം സംബന്ധിച്ച് ഞാൻ കൽപ്പിക്കുന്നവനും അധികാരിയുമായ പുത്രത്വമാണ്. കരയണോ? കരയണം. യാചിക്കണോ? യാചിക്കണം. ഉപവസിക്കണോ? ഉപവസിക്കണം. നെടുവീർപ്പെടണോ? നെടുവീർപ്പെടണം. എവിടെ? എവിടെ? രഹസ്യമണ്ഡലത്തിൽ. എൻ്റെ അപ്പനും ഞാനും മാത്രമായിരിക്കുമ്പോൾ എൻ്റെ അറയിൽ കിടന്ന് കഥകടച്ച് ഒരുത്തനും കാണാതെ, ഈ ലോകത്തെ ഒരുത്തൻ്റെ അടുത്തും സൗജന്യത്തിനു പോകാതെ, ഒരുത്തൻ്റെ അടുത്തും യാചകവേഷം കെട്ടാതെ, എൻ്റെ അപ്പന്റെ സന്നിധിയിൽ ഉടമസ്ഥന്റെ മുൻപിൽ ഒരു അടിമയെ പോലെ നിന്റെ ശരീരം തുളച്ചു കൊടുക്കുന്ന ഒരു ദാസ്യത്വത്തിന്റെ കരച്ചിൽ ഇന്ന് രാത്രി നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിച്ചാൽ, നീ ബാഹ്യ മണ്ഡലത്തിൽ ഇന്ന് രാത്രി മുതൽ യാചകനല്ല, ദാസനല്ല,